വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ്. ഒരു ലെസ്ബിയൻ ചായയുള്ള ഒരു പ്രമേയമാണ് ഇതിനകത്ത് വന്നത്. ഇതിനകത്ത് മെയിൻ ആർട്ടിസ്റ്റായിട്ട് വന്ന മീര നായരും ദിൽഷ പ്രസന്നനും നല്ല രീതിയിൽ അവർ ആക്ടിങ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തീമാണ് വന്നത്. മലയാള ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു തീം മെയിൻ സ്ട്രീമിൽ വന്നിട്ടില്ല. അപ്പോൾ മെയിൻ സ്ട്രീമിലേക്ക് വരുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രമേയം നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ഉണ്ടത്. ഒരുപാട് ദിവസം ഓടട്ടെ എന്ന് ആശംസിക്കുന്നു. പുതുമയായിട്ട് തോന്നിയത്, സാധാരണ ഒരു ലെസ്ബിയൻ ചായയുള്ള സ്റ്റോറികൾ വരുമ്പോൾ അവർ ഇൻറ്റിമേറ്റ് സീൻസ് വരുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഇവിടെ വളരെ മോശമല്ലാത്ത രീതിയിലാണ് ഇൻറ്റിമേറ്റ് സീൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓഡിയൻസിന്, ഫാമിലി ഓഡിയൻസിന് വളരെ ഇറിറ്റേറ്റഡ് അല്ലാത്തൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് പ്രൊമോഷൻ മാക്സിമം കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് പത്രത്തിൽ പോലും ഇന്നൊരു ചെറിയൊരു വാർത്ത ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഇറങ്ങുന്ന സിനിമകളെ പറ്റി ഞാൻ നോക്കിയപ്പോൾ തന്നെ അതിനകത്ത് പേര് ഞാൻ കണ്ടില്ല. അപ്പോൾ പ്രൊമോഷൻ ഒരു 10 ദിവസമെങ്കിലും മിനിമം കൊടുത്താൽ സിനിമ നല്ല രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തും. കാരണം ദിൽഷയുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഒരു പുതുമുഖമാണെന്ന് തോന്നുന്നില്ല. വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ വ്യത്യസ്തത തന്നെയാണ് നമുക്ക് ഈ സിനിമയുടെ ഹൈലൈറ്റ്. ഈ സബ്ജക്റ്റിൻ്റെ വ്യത്യസ്തത കൂടുതൽ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തും. ഒരു ഹിറ്റായിട്ട് മാറാനും സാധ്യതയുള്ളൊരു സിനിമയാണ്. നല്ല പ്രമേയമാണ്.